ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ എക്സെപ്ഷൻസ് അണ്ടർ ഇന്ത്യൻ പീനൽ കോഡ് 1860യെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. ചാപ്റ്റർ 4 സെക്ഷൻ 76 to 106 ഓഫ് ഇന്ത്യൻ പീനൽ കോഡാണ് ജനറൽ എക്സെപ്ഷൻസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. സോ ഈ സെക്ഷൻസിൻ്റെ ഒക്കെ അണ്ടറിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആക്ടസ് റിയസും അതുപോലെ തന്നെ മെൻസ് റിയയും പ്രസന്റ് ആവുന്ന സമയത്താണ് നമ്മൾ അവിടെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ബട്ട് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ക്രൈമിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയും. അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത ആക്ട് ആ ഒരു പെർട്ടിക്കുലർ ക്രൈമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മളെ ആ ക്രൈമിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. സോ ഇവിടെയാണ് ജനറൽ എക്സെപ്ഷൻസ് അണ്ടർ IPC എന്താണ് എന്ന് നമ്മൾ അറിയേണ്ട ആവശ്യം വരുന്നത്. ഈ ജനറൽ എക്സെപ്ഷൻസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻസും അതുപോലെ തന്നെ ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസും. എക്സ്ക്യൂസബിൾ എക്സംഷൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്തു, പക്ഷേ ആ കുറ്റകൃത്യത്തിൽ നിന്ന് അത് ചെയ്ത വ്യക്തിയുടെ ദുരുദ്ദേശമോ അതല്ലെങ്കിൽ അയാളുടെ മോശം സ്വഭാവമോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടെത്താൻ കഴിയുന്നില്ല. അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കുറ്റകൃത്യത്തിൽ നിന്ന് അത് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ബാഡ് ക്യാരക്ടറോ അതല്ലെങ്കിൽ അയാളുടെ ഒരു പെർട്ടിക്കുലർ ബാഡ് ഇൻറ്റൻഷനോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കണ്ടെത്താൻ പറ്റുന്നില്ല. സോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ വ്യക്തിക്ക് കൊടുക്കുന്ന എക്സെപ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻസ്. ഈ എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻസിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. അതായത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, ആക്സിഡൻറ്റ്, ഇൻഫാൻസി, ഇൻസാനിറ്റി, ഇൻടോക്സിക്കേഷൻ എന്നിവയൊക്കെ. അടുത്ത എക്സെപ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസ് ആണ്. സോ ഈ ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഒരു പെർട്ടിക്കുലർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ അതിനെ കണക്കാക്കുന്നത് ഒരു കുറ്റകൃത്യമായിട്ട് തന്നെയാണ്. അതായത് അയാൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം ക്രൈമായിട്ട് തന്നെയാണ് നോർമൽ കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. ബട്ട് ചില സർക്കംസ്റ്റൻസസിൽ, അതായത് ചില സന്ദർഭങ്ങളിൽ ആ ക്രൈമിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ക്രൈമായിട്ട് കാണാൻ കഴിയില്ല. അതായത് അത് ആ ക്രൈം അവിടെ ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു എന്ന് നമുക്ക് തോന്നും. സോ അങ്ങനെ നമ്മൾ ആ വ്യക്തിനെ അയാൾ ആ ചെയ്തിട്ടുള്ള കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് പറയുന്ന പേരാണ് ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസ്. അതായത് അയാൾ ചെയ്തിട്ടുള്ള കാര്യം റോങ്ഫുൾ ആക്ട് തന്നെയാണ്. അതായത് സാധാരണ രീതിയിൽ നമ്മൾ നമ്മുടെ കണ്ണുകളിലൂടെ നോക്കുന്ന സമയത്ത് അയാൾ ചെയ്തിട്ടുള്ളത് ഒരു റോങ്ഫുൾ ആക്ട് തന്നെയാണ്. ബട്ട് ചില സർക്കംസ്റ്റൻസസിൽ അതല്ലെങ്കിൽ ചില സന്ദർഭത്തിൽ അയാൾ ആ ചെയ്തിട്ടുള്ള കാര്യം ചെയ്യേണ്ടത് തന്നെയായിരുന്നു. അതല്ലെങ്കിൽ ഒരു അത്യാവശ്യ ഘട്ടത്തിലായിരുന്നു അയാൾ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു ചില സന്ദർഭങ്ങളിൽ ആ വ്യക്തി ചെയ്തിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ റോങ്ഫുൾ ആക്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യായീകരിക്കാൻ കഴിയുന്നതാണ്. സോ അങ്ങനെയുള്ള എക്സെപ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസ്. ഈ ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ആക്ട് ഓഫ് ജഡ്ജ് ആൻഡ് ആക്ട് വാറണ്ടഡ് ബൈ ജഡ്ജ്മെൻറ്റ്, അതുപോലെ നെസസിറ്റി, കൺസെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ ഇൻ ഗുഡ് ഫെയ്ത്ത്, ആക്ട് ഡൺ അണ്ടർ ത്രെറ്റ്, പ്രൈവറ്റ് ഡിഫൻസ് എന്നീ കാര്യങ്ങളൊക്കെ. സോ ഇത്രയും സെക്ഷൻസ് നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവും. സോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ടോപ്പിക്ക് ഡീൽ ചെയ്യുന്നുണ്ടാവുക. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ റിഗാർഡിങ് ജനറൽ ഡിഫൻസസിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ കമ്മിങ് വീഡിയോസിൽ നമ്മൾ ഓരോ എക്സെപ്ഷൻസിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.